എങ്ങോട്ടാണെന്നല്ലേ? ഒരു മിനിറ്റാ, ഇപ്പം പറയാം. ബെൻസിലേക്കാണ് കയറുന്നത്. കയറ്. എങ്ങടാ പോണ കുട്ടികളെ? അതെ, ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. പിന്നെ പോണ കറങ്ങി പൂരൊന്നും ഇല്ല. അത് അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി. ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് FM ഒക്കെ ഓൺ ചെയ്ത് അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് ഞങ്ങൾ യാത്രയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ എല്ലാ വിശേഷങ്ങളും കാണാം. വീട്ടിലായാലും ശരി വണ്ടിയിലായാലും ശരി ഇടയ്ക്കൊന്ന് തല്ലുകൂടിയില്ലെങ്കിൽ എൻ്റെ മക്കൾക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. തെളിഞ്ഞ നീലാകാശവും നെൽക്കതിരും താറാവും താമരയും എല്ലാം കണ്ടുകൊണ്ടുള്ളൊരു യാത്ര. സ്കൂളിലേക്കാണ് കേട്ടോ പോണത്. പറയുമ്പോൾ അതുകൂടി പറയണല്ലോ. നമുക്ക് കുറച്ച് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിയിൽ കട കണ്ടപ്പോൾ അവിടെ നിർത്തി വേഗം ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ കയറി. പിള്ളേരൊക്കെ വണ്ടിയിൽ നിന്ന് മടുത്തുറങ്ങി തോന്നുന്നുണ്ട്. അവനക്ക് മാത്രം നല്ല ഒരു എനർജി ഉണ്ട്. എപ്പോഴും ഡാൻസ് കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് എന്നെ നോക്കിയിട്ട് കഴിഞ്ഞ ചേട്ടാന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിയാറായിട്ട് എന്ന് പറയും. അവനക്ക് എല്ലാ സമയത്തും വൈബാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സ്കൂളെത്താറായി. ഇതാണ് നമ്മുടെ മക്കളുടെ സ്കൂള്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? നല്ല വലിയ ബിൽഡിങ്ങാണ് കേട്ടോ. ഒരു യു ടൈപ്പാണ് ബിൽഡിങ് വരുന്നത്. ഫ്രണ്ടിൽ ഒക്കെ നല്ല ഏരിയ ഉണ്ട്. കാണാം. സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ പൂന്തോട്ടം കാര്യങ്ങളും സെൻറ്ററിൽ ബാസ്കറ്റ് ബോൾ കോർട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലാകുമ്പോൾ ചെറിയൊരു പൂന്തോട്ടം പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് പോലത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്നതെന്ന് തന്നെയാണ് കേട്ടോ. അവിടെ യൂണിഫോമിൻ്റെ അളവ് കൊടുക്കേണ്ട ദിവസം അങ്ങനെ അതോടുകൂടെ നടന്നു. നിലവരെയൊക്കെ ഹൈസ്കൂൾ സെക്ഷനിലാണ് കേട്ടോ. ഇവിടെയല്ല. ഇപ്പോൾ ഇവിടെ ആദ്യയും ഒനാലിൻ്റെയും അഡ്മിഷനും യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമ്മൾ ശരിയാക്കി. ആദ്യം ഒനാലിൻ്റെ യൂണിഫോമിൻ്റെ അളവ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആദിശേഷൻ്റെ യൂണിഫോമിൻ്റെ അളവ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഹൈസ്കൂൾ സെക്ഷനിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നിലവരെ അഡ്മിഷൻ അവിടെ സെറ്റാക്കുന്ന സമയത്ത് ആദ്യക്കുട്ടനും ഇവിടെ ഗ്രൗണ്ടിലേക്ക് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒനാലിനെ സിസ്റ്റർമാർ പിടിച്ചു. ഒനാലിൻ്റെ ലിപ്സ്റ്റിക്ക് കണ്ടിട്ടാണ് കേട്ടോ ആദ്യം നോട്ട് ചെയ്തത്. അങ്ങനെ കുറേ നേരം അവിടെ കൊഞ്ചിച്ച് ചിരിപ്പിച്ചൊക്കെ ഇരുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഒനാല് വേഗം തന്നെ ഒനാല് സിസ്റ്റർമാരുടെ അടുത്ത് നിന്നൊക്കെ എസ്കേപ്പ് ആയിട്ട് പോകുന്നു കേട്ടോ. ഞാൻ ചോദിച്ചേ എന്തിട്ടാ അവർ ചോദിച്ചേ? ഒനാലിൽ നിന്നാണോ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സ്കൂളിൻ്റെ വിശേഷങ്ങളൊക്കെ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ ടാറ്റാ.